ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 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 ഈ വർഷത്തെ ആദ്യത്തെ ഒരു ലെങ്തി വീഡിയോ ആണ്, വ്ലോഗിങ് ആണ് ഇത്. കഴിഞ്ഞ വർഷം ഡിസംബർ 1 ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്താ വിചാരിച്ചു ഒന്ന് പിന്നെ ഈ വർഷം ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാമെന്നു. ഈ പാതിരാത്രി അല്ല കേട്ടോ, സോറി, 8 മണി 9 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പാലും പഴവും ഒക്കെ തീർന്നു, അപ്പം അത് വാങ്ങിക്കാം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ്, അതുകൊണ്ട് അതൊരു 9 മണി 9:30 10 മണിയൊക്കെ വരെ കാണും. അതുകൊണ്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കുകയോ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ നീല കളറിലെ മിൽമ പാല വാങ്ങിക്കുക. അവിടെ പോയപ്പോഴത്തേനും മഞ്ഞേ ഉള്ളു. മഞ്ഞ മീൻസ് അധികം കൊഴുപ്പില്ല അതിന്. അപ്പം അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് രാത്രി ഇപ്പം ചോറ് കഴിക്കരുതെന്നാണ് വലിയ വലിയ ആൾക്കാർ പറയുന്നത്. പക്ഷേ ചൂട് സാമ്പാറും മീൻകറിയൊക്കെ കിട്ടിയാൽ നമ്മൾ അറിയാതെ ചോറ് കഴിച്ചു പോകും. അത് നമ്മുടെ പ്രശ്നമല്ല, അല്ലേ? നമ്മുടെ പ്രശ്നമാണോ? അല്ല, ഒരിക്കലും അല്ല. ചോറും സാമ്പാറും വൈകിട്ട് കിട്ടിയാൽ ആരായാലും കഴിച്ചു പോകും. നല്ല കറി ഉണ്ടെങ്കിൽ ആരായാലും കഴിച്ചു പോകും. പിന്നെ കഴിച്ചതിന് ശേഷം ഞാൻ ഐസ്ക്രീം എന്ന് പറയുന്നത് എൻ്റെ ഒരു വല്ലാത്ത വീക്കസ്റ്റ് പോയിൻ്റാണ്. എക്സ്ട്രീം വീക്കസ്റ്റ് പോയിൻ്റാണ് ഐസ്ക്രീം. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ ഐസ്ക്രീം കഴിക്കാത്തുള്ളൂ. അതിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ വ്ളോഗിൽ എൻ്റെ മുഖം കാണിക്കുന്നത്. കറ്റാർ വാഴ പറിക്കാൻ പോവാണ്. അയ്യോ, വെയിൽ കാരണം. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖം എന്തെങ്ങനെ സ്ക്വിഡ് ഗെയിംസിലെ ഡോളിരിക്കുന്ന പോലെ ആകെ ഒരു വട്ടവും പിന്നെ ഒരു നേരിയ വര കണ്ണിൻ്റെ സ്ഥാനത്ത്. അലർജിക്കാണ്. അയ്യോ, സൂര്യപ്രകാശം വളരെ അലർജിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. തുമ്മി ചത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലാഗില്ലാതെ പറ്റുമോ തുമ്മാൻ? എനിക്ക് പറ്റും. ഒരു ലാഗില്ലാതെ തുമ്മാൻ പറ്റും. ഒരു ബ്രേക്ക് ഇല്ലാതെ തുമ്മാൻ പറ്റുമോ സക്കീർ ബാക്കി? എനിക്ക് പറ്റും. അതിന് പ്രത്യേകിച്ച് നേരം കാലമൊന്നുമില്ല. തുമ്മൽ വന്നാൽ അങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ തുമ്മലിന് ശമനം ഉണ്ടാക്കാൻ ഒരു സ്ഥലം വരെ പോകണം. ഇതൊന്ന് 2025, അതെ 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ കേട്ടോ. ഫുൾ ലെങ്ത് വീഡിയോ, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഫുൾ ലെങ്ത് വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 2024 ലാസ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുൾ ഷോർട്സ് ആണ്, കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കറ്റാർ വാഴ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നട്ട എൻ്റെ ഓറഞ്ച് മരം. ഓറഞ്ച് കുരു, നല്ല മധുരമുള്ള ഓറഞ്ച് കിട്ടി. അതിൻ്റെ കുരു ഞാനിതാ ഇത് ഒരു പാക്കറ്റിലാക്കി നിറച്ച്. ഇത് ചാണകവും മണ്ണും കൂടെ ചേർന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ പിള്ളേർ വളരുന്നത്. കുഴപ്പമില്ല, പക്ഷെ വളരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എവിടെയോ ഒരു മുരടിച്ച. ഇത് ഞങ്ങളുടെ കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴയ്ക്ക് വളരാൻ വളരെ പ്രയാസമായിരുന്നു. എന്തോ അതിന് വളരെ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ലായിരുന്നു. ഇതിന് വളരാൻ നല്ല നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആർത്ത് കിളിച്ച് വളരുന്നുണ്ട്. നമുക്ക് വളരാൻ ടൈം കൊടുക്കാം. വളർന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് വളർന്നോണം. ഭീഷണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കിടക്കട്ടെ. ഇതിൻ്റെ കുറച്ച് സാമഗ്രികളും ഒക്കെ ആയിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറട്ടെ. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ബാറ്റർ വാങ്ങിച്ചത്. പക്ഷേ ബാറ്റർ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര പുളിപ്പും. ദോശക്കല്ലെ പിടിച്ചിരിക്കുകയായിരുന്നു. ദോശക്കല്ലിൽ നിന്ന് വരെ ഭയങ്കര പ്രയാസമായിരുന്നു. മമ്മിയും ദോശയും കൂടെ മൽപ്പെടുത്തുമായിരുന്നു. പിന്നെ മമ്മി ഒന്നും നോക്കിയില്ല. അത് അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കി. എനിക്കിഷ്ടമല്ലാത്ത സാധനം. ഈ ബനിയനൊക്കെ ഇട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഐ ആം ഗെറ്റിംഗ് സ്കിന്നി. ബിക്കോസ് എനിക്കിത് നല്ല ടൈറ്റായിരുന്നു, ഈ ബനിയനും ഇതൊക്കെ. ഇതാണ് എൻ്റെ അവസ്ഥ. കണ്ട, തുമ്മൽ. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തുമ്മും. അപ്പോൾ എനിവേ, ഞാൻ ഈ തുമ്മലിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കുറവും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഐശ്വര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെവിടെ പോയാലും അടിപൊളിയായിട്ട് പോകണമല്ലോ. ഈ കാട് പോലെ എൻ്റെ പുരുകം വളർന്നു നിൽക്കുമായിരുന്നു. സോ ആയിത്തോട്ട് ആദ്യമേ തന്നെ ഐശ്വര്യമായിട്ട് അതിനെ ഒന്ന് വെട്ടി നിരപ്പാക്കി ഷേപ്പാക്കിയിട്ട് പോവാന്ന്. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നി. ഇപ്പോൾ ഓക്കെയാണ്.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ തുമ്മലിന് ശമനം ഉണ്ടാക്കാൻ വേണ്ടി പോയ കട. ഈ ഒരു കെട്ട സാധനവും എൻ്റെ തുമ്മലിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. സി പിന്നെ നേരെ ശ്രീധന്യ, ഇത് നമ്മുടെ കലാഭവൻ തിയേറ്ററിൻ്റെ ജസ്റ്റ് അടുത്തായിട്ടുള്ള ഒരു കൊച്ചു ഹോസ്പിറ്റലാണ്. ശ്രീധന്യല്ല. പിന്നെ നമ്മുടെ ശ്രീകണ്ഠേശ്വരം പോകുന്ന റൂട്ടാണ്. അവിടുത്തെ ധനുമാസ തിരുവാതിര ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, നല്ല അടിപൊളി ഗാനമേള ട്രൂപ്പ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഐ തോട്ട് അത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും കോപ്പിറൈറ്റ് ആയിരിക്കും. സോ ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പാട്ടൊക്കെ ആസ്വദിച്ച്, എനിക്കിഷ്ടമായിരുന്നു ഇതിന് ആ ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഇങ്ങനെ വെക്കണം എന്നുള്ളത്. ബട്ട് വെറുതെ എന്തിനാണ് ഒരു റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പുരുകം വെട്ടിത്തെളിച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നു എൻ്റെ ഈ മുഖം, ഞാൻ തുമ്മി അവസ്ഥ ഇതാണ്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച മീൻ, ഇത് ഞാൻ എടുത്തായിരുന്നു വീഡിയോ, മീൻ വാങ്ങിക്കുന്നതില്ലെന്ന് തോന്നല്ലേ. അപ്പം മീൻകറിയൊക്കെ കൂട്ടി മാമൊക്കെ ഉണ്ട്, ഒരു സിനിമയെല്ലാം കണ്ട്. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓൾഡ് മൂവീസ് കാണുകയാണ്. വെള്ളാനകളുടെ നാട്, പടക്കൻ വീരഗാഥ. ഇത് കാണുമ്പോൾ ഒക്കെ മനസ്സിനൊരു സന്തോഷമാണ്. ഒരു അരമണിക്കൂർ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഹലോ, മാമ ഒക്കെ ഉണ്ട്. മീൻ പറ്റിച്ചതും പപ്പടവും ഒക്കെ കൂട്ടി മാമ കൊണ്ടിട്ട് ഞാനങ്ങ് ചാച്ചി കണ്ണു തുറന്നപ്പോൾ 5:45 മമ്മി വിളിച്ചപ്പോഴാണ് എണീറ്റ് വരുന്നത്. തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. വേറെ അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിക്സ് ഒന്നും ഇനിയിപ്പോൾ എടുക്കാനില്ല. ആസ് യൂഷ്വൽ ഒരു ഈവനിങ്ങും നൈറ്റും ഒക്കെയാണ് ഇനിയും വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് പിന്നെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം, വലിച്ച് നീട്ടി കൊണ്ടുപോകണ്ട. ഇപ്പം തന്നെ 8 മിനിറ്റിന് മേലെ ആയി. കാണണം 8 മിനിറ്റിന് മേലെ ആയി കാണണം. അപ്പോൾ ഇനിയും നല്ല എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടൻറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ വീഡിയോസിന് തോന്നുന്നില്ലായിരിക്കും. ബിക്കോസ് ആസ് യൂഷ്വൽ ഒരു നോർമൽ വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെയാണ്. ഒരു പുതുമയായിട്ടുള്ള കണ്ടൻറ്റ് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. പുതുമ ഒന്നും വരാൻ വേണ്ടിയിട്ട് ഈ 2025 പുതുവത്സരമെങ്കിലും പുതുമ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വരുമായിരിക്കും. അപ്പോൾ എനിവേ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനിയൊക്കെ വരുന്ന മാസങ്ങളൊക്കെ നല്ല മാസങ്ങളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ ആശംസകൾ നിങ്ങൾക്ക് നേരുന്നതിനോടൊപ്പം തന്നെ ഞാൻ എനിക്കും നേരുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം വ്ളോഗ് കണ്ടവർക്ക്, കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. വാച്ച് മൈ ന്യൂ അപ്ഡേറ്റ്സ്, ന്യൂ വ്ളോഗ്സ്, ന്യൂ വീഡിയോസ്. Bye bye.